കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരാൾ ട്രെയിനിൻ്റെ അകത്ത് പേടിച്ച് പരിഭ്രാന്തനായിരിക്കുകയാണ്. അയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ ടെൻഷൻ അയാളെ വേട്ടയാടുന്നുണ്ടെന്ന്. അങ്ങനെ ട്രെയിൻ പാളം കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു സിറ്റി കാണിക്കുന്നു. ആ സിറ്റിയുടെ നടുക്കൂടെ അയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുന്നിൽ നിന്ന് ആരൊക്കെയോ വരുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഒരാൾ സ്നോ സ്പ്രേ എടുത്ത് അയാളുടെ മുന്നിൽ എറിയുന്നു. അങ്ങനെ അവിടെ ഒരു ഗംഭീര ഫൈറ്റ് തുടങ്ങുന്നു. ഇതെല്ലാം നീഞ്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. അയാൾ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നു. അയാൾ ഓരോ ബ്ലേഡുകളും കഷ്ടപ്പെട്ട് കടിച്ച് പിടിച്ച് അത് വെച്ച് ഓപ്പോണൻസിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ ബ്ലേഡെല്ലാം ഓപ്പോണൻറ്റിൻ്റെ തലയിലും ദേഹത്തൊക്കെ കുത്തിക്കയറി അവർക്ക് നല്ല രീതിയിലുള്ള പരിക്കും പറ്റുന്നു. ആ സമയം അയാൾ ഒരു കത്തി എടുത്ത് എല്ലാവരെയും വെട്ടുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് കുറച്ച് കത്തികൾ അയാളുടെ ദേഹത്ത് കുത്തിക്കയറുകയും അയാൾ അവശനാവുകയും ചെയ്തത്. പെട്ടെന്ന് തന്നെ ഒരു കയർ വന്ന് അയാളുടെ കഴുത്തിൽ ലോക്കാവുകയും പിന്നെ അയാളെ മുകളിലേക്ക് വലിച്ചു കൊണ്ട് പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ വില്ലനെ കാണിക്കുന്നത്. ആ വില്ലൻ താഴോട്ട് വെച്ച് അവർ കത്തിയെടുത്ത് അയാളെ വെട്ടി കൊലപ്പെടുത്തുന്നു. എന്നിട്ട് സ്കാൻ ചെയ്ത് അയാളാണെന്ന് തിരിച്ചപ്പെടുത്തുന്നു. എന്നിട്ട് അയാൾ മരിച്ചു എന്നതും തിരിച്ചപ്പെടുത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മളെ കഥാനായകനായ ലോകനെയാണ്. ലോകൻ ആരെയോ കൊണ്ട് ബാക്കിലോട്ട് തിരിയുമ്പോഴാണ് ലോകൻ്റെ മകൻ അവിടെ നിന്ന് നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ലോകൻ. അപ്പോൾ അവൻ്റെ മകൻ പറയുന്നു, എനിക്ക് അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യണം എന്നൊക്കെ. അപ്പം അച്ഛൻ പറയുന്നു, പിന്നെന്താ, നിനക്കും വരാം. അപ്പോൾ ആ കുട്ടി നന്നായിട്ട് സന്തോഷിക്കുന്നു. അപ്പോൾ അവൻ്റെ അമ്മ അവിടെ വരുന്നു. എന്നിട്ട് പറയുന്നു, നീ ജോലിയൊന്നും ചെയ്യണ്ട, എന്നാൽ നിൻ്റെ അച്ഛനെ പോലെ ഉടുപ്പെല്ലാം വൃത്തികേടാക്കും, എനിക്ക് നനയ്ക്കാൻ വയ്യ എന്നൊക്കെ. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നു, കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ. എന്നിട്ട് അന്നത്തെ ദിവസം രാത്രി കാണിക്കുന്നു. രാത്രിയിൽ TV ന്യൂസിൽ ബ്രൂട്ടൽ കൊലയെപ്പറ്റിയൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇവനും ലോകൻ്റെ ഭാര്യയും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിക്ക് ടെൻഷനുണ്ട്. ലോകൻ്റെ ഭാര്യ ചിന്തിക്കുകയാണ്, ആരായിരിക്കും ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ. അപ്പോഴാണ് ലോകനും ഇതൊക്കെ കാണുന്നത്. ലോകൻ കണ്ടിങ്ങനെ ഞെട്ടിയിരിക്കുമ്പോഴാണ് ലോകൻ ഇതെല്ലാം ചിന്തിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്ത് നിന്ന് അവൻ്റെ മകൻ, എനിക്കറിയാം ഇതൊക്കെ ആര് ചെയ്യുന്നതാണ്, എന്നെപ്പോലത്തെ മുഖംമൂടിയിട്ട ഡീമൺസ് ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അവൻ പറയുകയാണ്. അപ്പോഴാണ് അവൻ്റെ അച്ഛൻ ലോകൻ പറയുന്നത്, രാത്രിയാകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, വാ, നിനക്ക് ഉറങ്ങണ്ടേ, വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ പിടിച്ചുകൊണ്ട് ലോകൻ പോവുകയാണ്. കുട്ടി ഉറങ്ങി കഴിഞ്ഞപ്പോൾ ലോകനും അവൻ്റെ ഭാര്യയുമായി ഒരു കോൺവെർസേഷനിൽ ഇടപെടുകയാണ്. അവൻ്റെ ഭാര്യ പറയുന്നു, എനിക്ക് തോന്നുന്നു ഇത് ക്രീപ്പേഴ്സ് ആയിരിക്കും ചെയ്തതെന്ന്. അപ്പോൾ ലോകൻ പറയുന്നു, ക്രീപ്പേഴ്സ് അല്ല, ക്രീപ്പേഴ്സ് ഒരിക്കലും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാറില്ല, എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും നീ ഒന്നും പേടിക്കണ്ട, നിന്നെ മകനെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ലോകൻ വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് മകനെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അയാൾ ഒരു ഷോപ്പിങ്ങൊക്കെ പോയി അയാളുടെ ഫാമിലി ലൈഫ് അയാൾ നന്നായിട്ട് ആസ്വദിക്കുകയാണ്. അങ്ങനെ അയാളൊരു കുളിയൊക്കെ പാസ്സായി അയാളുടെ ഫാമിലിയുടെ കൂടെ നല്ല എൻജോയ്മെൻറ്റിൽ കഴിയുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി അയാൾ വെളിയിലൊക്കെ വന്ന് കള്ളു കുടിച്ച് സ്മോക്ക് ചെയ്തൊക്കെ ഇരിക്കുമ്പോഴാണ് TV-യിൽ ന്യൂസ് കാണിക്കുന്നത്. ആ നടന്ന കൊലപാതകം വല്ല സൈക്കോ കില്ലേഴ്സ് വല്ലതും ചെയ്തതാണോ എന്നൊക്കെ ആൾക്കാർ നല്ല പരിഭ്രാന്തരായി ഇരിക്കുകയാണ്. അന്നത്തെ ദിവസം രാത്രി ലോകൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും ആഘോഷിക്കുകയാണ്. അവൻ്റെ ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോയിലെ ഒരു മുഖം വെച്ച് ഒരു കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ലോകൻ നന്നായിട്ട് പാട്ടൊക്കെ പാടി അവരെ ചില്ലാക്കുകയാണ്. എന്നിട്ട് ഒരു മകന് ഒരു മാസ്കൊക്കെ കൊടുത്ത് അവനെ സന്തോഷപ്പെടുത്തുകയാണ്. എന്നിട്ട് അന്നത്തെ ദിവസം രാത്രിയാണ് കാണിക്കുന്നത്. ലോകൻ എന്തോ ശബ്ദം കേട്ട് വീടിൻ്റെ താഴോട്ട് പോകുമ്പോഴാണ് ജനലിൽ നിന്ന് ആരൊക്കെ നോക്കുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നത്. അതും വേറെ ആരുമല്ല, നേരത്തെ ബ്രൂട്ടൽ മർഡർ ചെയ്ത നീഞ്ചാസ് തന്നെയാണ്. അവിടെ ഫൈറ്റാണ് നടക്കുന്നത്. ലോകൻ കഷ്ടിച്ച് അവരെല്ലാവരെയും അടിച്ച് തള്ളിയിടുകയാണ്. എന്നിട്ട് അവിടെ ഉള്ള എല്ലാവരെയും നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് അവൻ്റെ മകൻ മുകളിൽ നിന്ന് വിളിക്കുന്നത് അയാൾ കേൾക്കുന്നത്. അപ്പോൾ തന്നെ മുകളിലേക്ക് ഓടാനുള്ള തിരക്കാണ്. മുന്നിൽ വന്ന എല്ലാവരെയും വെട്ടിക്കൊണ്ട് ഉള്ളിലുള്ള എല്ലാ ദേഷ്യവും അയാൾ അവിടെ പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു നല്ല ഗംഭീര ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. അവിടെ വന്ന എല്ലാവരെയും അയാൾ നല്ല രീതിക്ക് അടിച്ച് ഉതച്ച് വിടുകയാണ്.
എന്നിട്ട് അയാൾ മുകളിലേക്ക് കയറി വരുമ്പോഴാണ് ഒരു നീഞ്ച നീഡിലെടുത്ത് അയാളുടെ കഴുത്തിലെറിയുന്നത്. പോയിസൺ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് നേരെ ശ്വസിക്കാനൊന്നും കഴിയുന്നില്ല. അയാൾ കഷ്ടപ്പെട്ട് പടി കയറി മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോഴാണ് കാണുന്നത് അവൻ്റെ ഭാര്യയും അവൻ്റെ മകനും മരിച്ചു കിടക്കുന്നതായിട്ട്. അപ്പോൾ അവരുടെ ഒറിജിനൽ മുഖം അവിടെ കാണിക്കുന്നു. ലോഗൻ, നിന്റെ ഭാര്യ എൻ്റെ കൂടെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴാണ് പിറകിൽ നിന്ന് ഒരാൾ കത്തിയെടുത്ത് അയാളുടെ നെഞ്ചിൽ കുത്തുന്നത്. അയാൾ അങ്ങനെ അവിടെ താഴേക്ക് വീഴുകയാണ്. അപ്പോഴാണ് ചുറ്റും നിന്ന് സൈറൻ കേൾക്കുന്നത്. അപ്പോൾ ആ ക്യാപ്റ്റൻ പറയുന്നു, ആരോ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, വാ നമുക്ക് പെട്ടെന്ന് പോകാം എന്ന്. അപ്പോൾ പോലീസ് വീണ്ടും അകത്ത് കയറി വന്ന് ഇതെല്ലാം കണ്ട് ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് കാണിക്കുന്നത് ആശുപത്രിയുടെ മോർച്ചറിയാണ്. അവിടെ നിന്ന് ലോഗന് ജീവൻ വയ്ക്കുകയാണ്. അങ്ങനെ ലോഗൻ താഴേക്ക് വീഴുന്നു. അപ്പോഴാണ് ലോഗന് എല്ലാം ഓർമ്മ വരുന്നത്. അയാൾ അങ്ങനെ അവിടെ കിടക്കുന്നു. അപ്പോഴാണ് ആശുപത്രിയുടെ അകം കാണിക്കുന്നത്. ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നു, നിങ്ങൾ ജീവനോടെ ഉണ്ടോ? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്ത് പറ്റിയതാണ് എന്നൊക്കെ. അപ്പോൾ അയാൾ ചോദിക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റി? അവൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നൊക്കെ അയാൾ വളരെ സങ്കടത്തോട് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറയുന്നു, എനിക്ക് പറയാൻ വിഷമമുണ്ട്, പക്ഷേ പറഞ്ഞില്ലെങ്കിൽ ഒന്നും നടക്കില്ല. എൻ്റെ ഭാര്യയും മകനും മരിച്ചുപോയി. അത് പറഞ്ഞത് കേട്ടുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല വിഷമം വന്നു. അയാൾ സ്വന്തം വിഷമമെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്ന് സീൻ കട്ടൗട്ട് ചെയ്ത് ലോഗനെ അന്വേഷിച്ച് 2 പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അങ്ങനെ അകത്തേക്ക് കയറി ഒരു ഓഫീസർ പറയുന്നു, ഞാൻ FBI-യിൽ നിന്ന് വന്ന ഒരു ഏജൻ്റാണ്. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ. ഇതൊക്കെ കേട്ടുകൊണ്ട് ലോഗന് ദേഷ്യം വരികയാണ്. അപ്പോൾ ഈ ഓഫീസറിന് പിടിയെത്തുന്നു, ഇവൻ്റെ കുടുംബത്തെ ദ്രോഹിച്ച ആളെ ഇവനറിയാം എന്നൊക്കെ. കുഴപ്പമില്ല, നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വിസിറ്റിംഗ് കാർഡ്. നിങ്ങൾക്ക് എപ്പോൾ മനസ്സ് തുറക്കണമെന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പോൾ അവിടെ വരാം. അങ്ങനെ ഈ 2 ഓഫീസേഴ്സും ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴാണ് മൈക്ക് എന്ന് പറഞ്ഞ ഈ ഓഫീസർ പറയുന്നത്, നീ എന്തായാലും ഇന്ന് പോകരുത്, ഇവനെ അസിസ്റ്റ് ചെയ്ത് നീ ആയിരിക്കണം ഇന്നിവിടെ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോകുന്നു. അന്നത്തെ ദിവസം രാത്രിയാണ് കാണിക്കുന്നത്. ഈ ഓഫീസറിൻ്റെ പേരാണ് ഏമി. ഏമി ബൈക്കിൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് എന്തോ ശബ്ദം കേൾക്കുന്നതായിട്ട്. അങ്ങനെ അവൾ അങ്ങോട്ട് പോകുന്നു. അപ്പോഴാണ് മൈക്കിനെ കാണിക്കുന്നത്. മൈക്ക് റൂഫ് ടോപ്പിൽ ഇരുന്ന് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ഡെഡ് ബോഡി കാണാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ്റെ ഈ നിസ്സഹായ ഘട്ടം ആലോചിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അവൻ്റെ പണ്ടത്തെ ഓർമ്മകളെല്ലാം അവൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ അവന് നല്ല ദേഷ്യം വരികയാണ്. അങ്ങനെ അപ്പോഴാണ് അവിടുത്തെ നീഞ്ചാസൊക്കെ പെട്ടെന്ന് വരുന്നത്. അവൻ്റെ എല്ലാ കലിയും എടുത്ത് അവിടെയുള്ള നീഞ്ചാസിനെല്ലാം ക്രൂരമായി വെട്ടി കൊല്ലുകയാണ്. അവിടെയുള്ള എത്ര നീഞ്ചാസ് വന്നിരുന്നെങ്കിലും അവൻ കൊല്ലുമായിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ള ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. നല്ല രീതിക്കുള്ള വെട്ടും കുത്തുമൊക്കെ അവിടെ നടക്കുന്നു. ഓരോരുത്തരും തല ആകാശത്ത് പറക്കുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അവൻ്റെ ഒരു സ്പെഷ്യൽ മൂവ്മെൻറ്റ് അറ്റാക്ക് എടുത്ത് അവിടെയുള്ള 8 പേരെ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ഏമി അങ്ങോട്ട് ഓടി വരുന്നത്. അപ്പോൾ ലോഗൻ അവളുടെ തലയിൽ അടിച്ച് അവളെ ബോധം കെടുത്തുന്നു. എന്നിട്ട് അവിടെ വന്ന എല്ലാ നീഞ്ചാസിനെയും വെട്ടി കൊല്ലുന്നു. എന്നിട്ടും അവൻ്റെ പ്രതികാരം തീരുന്നില്ല. അവൻ ഓരോരോ മൂവ്മെൻ്റ് അറ്റാക്ക് ചെയ്ത് വെട്ടി കൊല്ലുകയാണ്. അവിടെ നിന്ന് കുറച്ച് നീഞ്ചാസിന് മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നേരെ ഓടിയാലേ പറ്റൂ എന്ന്. അപ്പോഴാണ് ലോഗൻ ഒരു മെറ്റലെടുത്ത് അവിടുത്തെ ലിഫ്റ്റിൽ കുത്തുന്നത്. അങ്ങനെ ആ ലിഫ്റ്റ് സ്റ്റക്കാവുകയും അവിടെ വെച്ച് ലോഗൻ അവിടെ വന്ന എല്ലാ ആൾക്കാരെ വെട്ടി കൊല്ലുകയും ചെയ്യുന്നത്. അങ്ങനെ ഫ്ലോറിൽ വെച്ച് അവൻ എല്ലാവരെയും വെട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ആ ക്രൂരമായ ഫേസ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ മൈക്ക് എത്തുന്നു. മൈക്ക് എത്തി ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ മൈക്ക് ചിന്തിക്കുകയാണ്, ഇതെങ്ങനെയാണ് ഇതൊക്കെ പറ്റിയത്, ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ. അപ്പോഴാണ് ലോഗനെ കാണിക്കുന്നത്. ലോഗൻ്റെ ഒറിജിനൽ ശരീരവും എല്ലാം വികൃതമായിരുന്നു. ലോഗൻ അങ്ങനെ മെയിൻ വില്ലനുമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
അവൻ വന്ന എല്ലാവരെയും വെട്ടി വെട്ടി കൊല്ലുകയാണ്. അവൻ്റെ സ്പെഷ്യൽ മൂവ്മെൻ്റ് അറ്റാക്ക് എടുത്ത് ആ മെയിൻ വില്ലനെയും അവൻ കൊല്ലുകയാണ്. എന്നിട്ട് നല്ല ദേഷ്യത്തിൽ പിന്നെയും പിന്നെയും അവൻ്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി കുത്തി ഇറക്കുകയാണ്. അവൻ്റെ ദേഷ്യം തീരുന്നവർ അവൻ കുത്തി കുത്തി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി മാറ്റി എല്ലാം മാറ്റി, പിന്നെ നീ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അപ്പോൾ അവൻ പറയുകയാണ്, നീ ഐഡൻറ്റിറ്റി മാറ്റിയാലും എന്ത് മാറ്റിയാലും എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റും, കാരണം അങ്ങനത്തെ ടെക്നോളജിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് അവൻ അവൻ്റെ ഒറിജിനൽ മുഖം റിവീൽ ചെയ്യുന്നത്. ഇതാണ് അവൻ്റെ ഒറിജിനൽ മുഖം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ക്യാപ്റ്റനെ കൊല്ലുന്നു. എന്നിട്ട് അവൻ്റെ ഭാര്യയും മകനും കിടക്കുന്ന ആ മോർച്ചറിയിൽ വന്ന് കാണുന്നു. എന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് അവൻ വരുന്നു. എന്നിട്ട് ഒരു ബോക്സ് എടുക്കുന്നു. ആ ബോക്സിൽ തുറന്ന് അവൻ്റെ സ്വന്തം ഭാര്യയുടെയും മകൻ്റെയും ഒറിജിനൽ മുഖമുള്ള ഫോട്ടോ എടുത്ത് അവൻ നോക്കുകയാണ്. എന്നിട്ട് അവൻ മുമ്പേ നടന്ന കാര്യങ്ങളിലേക്കൊക്കെ ചിന്ത പോവുകയാണ്. പണ്ട് അവർ സന്തോഷമായ ഇരുന്ന നിമിഷങ്ങളും എല്ലാം അവൻ നല്ല രീതിക്ക് ആലോചിക്കുകയാണ്. മുമ്പേ അവനും ഉണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാം അവൻ മിസ് ചെയ്യുന്നു എന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കൂട്ടുകാരെ, ഇതാദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായിട്ട് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ മുതൽ എൻ്റെ പറ്റുന്ന അത്രയും എഫേർട്ട് എടുത്ത് പറയാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം ഇത് സെൻഡ് ചെയ്ത് ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.